ഹായ് ഫ്രണ്ട്സ്, ഒരു ഡ്രീം കേക്ക് തയ്യാറാക്കിയാലോ? അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 30 രൂപയുടെ ബ്ലാക്ക് ബർബൺ ബിസ്ക്കറ്റാണ്. ഇത് 10 രൂപയുടെ ഒരു ഹൈഡ് ആൻഡ് സിൽക്കാണ്. 20 രൂപയുടെ ഒരു നെസ്ലെയാണ്. പിന്നെ 20 രൂപയുടെ ഒരു മിൽക്കി ബാർ, 10 രൂപയുടെ 2 കിറ്റ്കാറ്റ്, പിന്നെ 10 രൂപയുടെ 2 ഡയറി മിൽക്ക്. ഇത് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ 10 രൂപയുടെ ഹൈഡ് ആൻഡ് സിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. 10 രൂപയുടെ ഒരു കിറ്റ്കാറ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ കിറ്റ്കാറ്റ് ചേർക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാം. ഇതിൽ കുഞ്ഞു കുഞ്ഞു ബബിൾസുകൾ ഉണ്ടാവും, അതൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഞാനത് ഈ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഡ്രീം കേക്കിൻ്റെ ടിന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്താണ് ഡ്രീം കേക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഈ ആകൃതിയിലൊന്ന് കേക്ക് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ലായനി വയ്ക്കാം. ഇനി അടുത്തതായി ചെയ്യുന്നത് നെസ്ലെയും ഡയറി മിൽക്കും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു തുള്ളി പാല് ചേർക്കാം. ഈ ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചോക്ലേറ്റ് ചേർക്കാം. ഇതിൽ ചോക്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. മിൽക്കി ബാർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് പാൽ ഒഴിക്കാം. ഇതിലേക്ക് മിൽക്കി ബാർ ഇടാം. മിൽക്കി ബാർ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിലേക്ക് ഈ മിൽക്കി ബാർ വയ്ക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വയ്ക്കാം. കേക്ക് മുറിച്ചപ്പോൾ കുറച്ച് പീസ് ബാക്കി വന്നിരുന്നു, അതാണിത്. ഇതൊന്നൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ ഈ കിറ്റ്കാറ്റും കൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് പാല് ചേർക്കാം. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അടുത്ത ലെയറായിട്ട് നമ്മൾ അരച്ച് വെച്ച ക്രീം ചേർക്കാം. ഇത് മൊത്തത്തിലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹോർലിക്സ് വിതറിയിടാം. ഡ്രീം കേക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്